മുഖ്യമന്ത്രിക്ക് 2021 സ്വീകാര്യത ഇപ്പോഴില്ല എന്ന് കണക്കാക്കുന്ന ഒരാളാണ്. ഇത്തവണ BJPക്ക് വോട്ട് കൂടുകയാണെങ്കിൽ അത് പോകാൻ പോകുന്നത് LDFിൽ നിന്നാണ്. അവർ ഒറ്റ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ അത്രയധികം വർഗീയവാദിയാണ്. 90 എന്ന സംഖ്യയിലേക്ക് UDF എത്താം. 100% BJP ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സീറ്റ് കേരളത്തിൽ. ശബരിമല ഒരു വിഷയമല്ല എന്ന് പറയുന്ന ഒരു 2020 സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് BJPക്കാരെ പോയി വോട്ട് ചെയ്യേണ്ട കാര്യം തിരിക്കുന്നത്? ഇടതുപക്ഷത്ത് തന്നെയുള്ള കുറെ ആളുകൾ ഇടതുപക്ഷം ഈ ഒരു ഭരണത്തിൽ വരണ്ട എന്ന് തീരുമാനിച്ച അവസ്ഥയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായ പോലെ തന്നെയാണ് ഗണേഷ് കുമാറിനുണ്ടായത്. പിന്നെ വീട്ടിൽ ഒത്തുതീർന്നു എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. ഒത്തുതീരിന്റെ കാര്യമില്ല, ക്രിമിനൽ കേസാണ്. അവർ ഒരുപാട് കാലം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു വിഷയം എടുത്തു. അവസാനം വന്നപ്പോൾ SDPയും PDP അവരുടെ കൂടി. ഞാൻ 30 വർഷം ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ട്രാപ്പിൽ കേസ് വീഴില്ല. കേസിയുടെ ചിങ്കിടികളോ ആളുകളോ ഒക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ വളരെ നെഗറ്റീവ് ആയിരിക്കും ഗവൺമെന്റ് തുടക്കം തന്നെ. 2020 ആയിട്ട് കൂട്ടുകൂടിയതുകൊണ്ട് BJPക്ക് വലിയൊരു ജമ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തവണത്തെ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡിങ് UDFന് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതേ ട്രെൻഡിങ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പ്രചാരണ വേളയിലൊക്കെ UDF തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയത്. മാത്രമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലയിടങ്ങളിലും ആശങ്കയുണ്ട്. അതിനിടയിൽ തന്നെ BJPക്ക് ചില സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ ആ സീറ്റുകൾ കയ്യിൽ നിന്ന് പോകാനുള്ള ആശങ്കയും BJP പ്രകടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം മാറ്റിക്കൊണ്ട് രംഗത്തെത്തുക? യഥാർത്ഥത്തിൽ 2021 നിന്ന് 2026 എത്തുന്നു. അതിനിടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വിടാം. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ട്രെൻഡ് UDFന് അനുകൂലമായി. ലോക്സഭ മാത്രമല്ല, ലോക്സഭ വളരെ പ്രത്യേകമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം അതൊരു കാര്യമുണ്ട്. 2, ഞാൻ കണക്കാക്കുന്നത് 2021 LDFന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോവിഡിന്റെയും മറ്റു പശ്ചാത്തലത്തിലും ഉണ്ടായിരുന്നു. അന്ന് ആളുകളെ ഒരു യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര വോട്ടിംഗ് ആണ് നടന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ചില പ്രശ്നങ്ങൾ. ഇത്തവണ അതല്ല. അതുകൊണ്ട് 2021 LDFന് വോട്ട് ചെയ്ത് എല്ലാവരും ഇത്തവണ വീണ്ടും LDFന് വോട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് ചോദ്യം. അത് ഇന്ന് കുറെ പേര് മാറിപ്പോകാൻ സാധ്യതയില്ല. അത് സാധ്യത ഉണ്ടെന്നുള്ളത് സാമൂഹ്യമായി പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ LDFനെതിരായ ഒരു വികാരമുണ്ട്. അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ പ്രസ്താവനകളും മറ്റു പല രീതികളും, അതൊരു കാര്യമുണ്ട്. പിന്നെ ശബരിമല പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ചില മതവിഭാഗങ്ങൾ, ചില സാമൂഹ്യ വിഭാഗങ്ങൾ 2021 നിന്ന് 2026 LDFനെതിരായി വന്നിട്ടുണ്ടോ എന്നത് ഒരു സത്യമാണ്. അത് ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും കുറച്ച് ദക്ഷിണ കേരളത്തിലും ഉണ്ട്. രണ്ടാമത്തെ ഘടകം, 2021 UDFന് വോട്ട് ചെയ്ത ആളുകൾ ആരെങ്കിലും തിരിച്ച് LDFന് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വിഭാഗങ്ങളുണ്ടോ? അത് തീർത്തുമില്ല. കാരണം അന്നാണ് മാക്സിമം അവർക്ക് കിട്ടിയത്. അത് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ഉണ്ടാവാൻ പോകുന്നത് LDFിൽ നിന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത ഘടകം BJP ആണ്. BJP വലിയ തോതിൽ ഇവിടെ വരികയും ഒക്കെ ചെയ്തെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ അലയൻസുകളൊക്കെ ഏതാണ്ട് പൊളിഞ്ഞു മാറിയാണ് ഞാൻ കാണുന്നു. 2020 ആയിട്ടുള്ള അലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ BDJS ആയിട്ടുള്ള അലയൻസ് ആണെങ്കിലും എവിടെയും ഒരു സോളിഡായ ഒരു അലയൻസ് പോലെ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. അവരേറ്റവും ഉറപ്പായി നിർത്തിയിരുന്ന പല സ്ഥാനാർത്ഥികളും ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ ബോധ്യമുണ്ട്. ഉദാഹരണത്തിന് മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, ഈ 3 സീറ്റും അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരാകെ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തെ 2-3 സീറ്റുകളിലാണ്. അതിൽ വരുമെന്നുള്ളത് നമുക്ക് വേറെ പരിശോധിക്കാം. പ്രാദേശിക ഘടകങ്ങളുണ്ട്. അപ്പോൾ BJPയിലേക്ക് വലിയ തോതിൽ സാധാരണഗതിക്ക് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടുമ്പോൾ UDFിൽ നിന്നാണ് വോട്ട് പോകാറുള്ളത്. പക്ഷെ UDFിൽ നിന്ന് ഇനി വോട്ട് പോകാനില്ല. മാത്രമല്ല UDF ഒരു ബെറ്റർ വിക്കറ്റിലാണെന്നുള്ളത് കൊണ്ട് ഇത്തവണ BJPക്ക് വോട്ട് കൂടുകയാണെങ്കിൽ അത് പോകാൻ പോകുന്നത് LDFിൽ നിന്നാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ LDFിൽ നിന്നുള്ള വോട്ടാണ്. അത് എത്രത്തോളം പോകുമെന്നത് ഈ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചതാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് വലിയ തോതിൽ LDF വോട്ടുകൾ BJPയിലേക്ക് പോയി നമ്മൾ കണ്ടു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ, ആറ്റിങ്ങലിൽ മുരളീധരൻ മത്സരിച്ചപ്പോഴൊക്കെ വോട്ട് പോകണുണ്ട്. ആ ട്രെൻഡ് ഇത്തവണ ഉണ്ടാവുമോ നമുക്കറിയില്ല. BJPക്ക് അനുകൂലമായത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അധികം, പക്ഷെ എങ്കിൽ പോലും BJP കൂടുതൽ പിടിക്കുന്ന വോട്ടുകൾ മിക്ക മണ്ഡലങ്ങളിലും അത് ബാധിക്കാൻ പോകുന്നത് LDFനെയാണ് ഇത്തവണ. അതാണ് ഒരു വ്യത്യാസം. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്
നമ്മളൊരു വിലയിരുത്തലിന് പോകണം. മറ്റൊരു കാര്യം, 4-5% വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചിത്രം മാറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. പ്രത്യേകിച്ചും ഒരു 50 മണ്ഡലങ്ങളിൽ 2-3-5% വോട്ട് മാറിയാൽ പോകും. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ ഈ 50 മണ്ഡലം ഒരു സൈഡിലേക്ക് പോവാം, ഒറ്റ സൈഡിലേക്ക് പോവാം. ആ ട്രെൻഡ് എന്തായാലും LDF-ന് അനുകൂലമല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. LDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് വരേണ്ട ഒരു കാര്യമില്ല. നേരെ മറിച്ച് UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് 50 സീറ്റുകളിലേക്ക് പോവുകയും 90 എന്നൊക്കെ പറഞ്ഞ ഒരു സംഖ്യയിലേക്ക്, അല്ലെങ്കിൽ ഒരു 40 സീറ്റെങ്കിലും, 50-ൽ 40 സീറ്റെങ്കിലും പോയാൽ 90 എന്ന സംഖ്യയിലേക്ക് UDF എത്താം. അല്ലെങ്കിൽ മാർജിനലായി ഈ പറഞ്ഞതുപോലെ 80-85 വരെ UDF എത്താം. ഇതാണ് എൻ്റെ ഒരു പൊതു വിലയിരുത്തൽ. കാരണം ഇത് ആളുകളുടെ വോട്ട് ചെയ്തു കഴിഞ്ഞ സംഗതിയാണ്. നമ്മളിനിപ്പോൾ എന്ത് പറഞ്ഞാലും ആ വോട്ട് മാറില്ല. അതുകൊണ്ട് അതൊരു സംഗതിയാണ്. രണ്ടാമത്തെ വിഷയം, LDF-ന് അനുകൂലമായ ഘടകങ്ങളില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവായ കുറേയധികം ഘടകങ്ങൾ ഈ കാലത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അവരുടെ പ്രചരണ തന്ത്രം പാളി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളിൽ ഇത് മുഴുവൻ ഫോക്കസ് ചെയ്തു, മുഖ്യമന്ത്രിക്ക് 2021 സ്വീകാര്യത ഇപ്പോഴില്ല എന്ന് കണക്കാക്കുന്ന ഒരാളാണ്. 21 അദ്ദേഹം ഒരു രക്ഷകന്റെ പരിവേഷമായിരുന്നു ഒക്കെയെങ്കിൽ ജനനായകനൊക്കെയാണ്. 26-ലെത്തുമ്പോൾ അദ്ദേഹം ഒരു വീക്കാണ്. ഫിസിക്കൽ വീക്ക്നെസ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം സെൽഫ് ഇല്ലാത്ത ഒരാളാണ് എന്നൊരു തോന്നൽ ആളുകൾക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പല രീതിയിലുള്ള ഇടപെടലുകളും ഒന്നും തന്നെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള സംഗതിയില്ല. ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തുള്ളത് ശരി, പക്ഷെ ചാനലിന് പുറത്ത് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും വളരെ ഗുണകരമായിട്ടല്ല കണ്ടത്. അതൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അവരുടെ പാർട്ടി കോട്ടകളിൽ ചെറുതല്ലാത്ത വിള്ളൽ വീണിട്ടുണ്ട്. മാത്രമല്ല 3 LDF MLA-മാർ, ഒരു സിറ്റിംഗ് MLA അടക്കം 3 LDF MLA-മാർ BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. ദേവികുളത്ത് രാജേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്, നാട്ടികയിൽ സിറ്റിംഗ് MLA സി മുകുന്ദൻ മത്സരിക്കുന്നുണ്ട്, വൈക്കത്ത് അജിത്ത് മത്സരിക്കുന്നു. ഇവർ 3 പേരും മുൻ MLA ഇപ്പോഴത്തെ MLA-ആണ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് പോവുക എന്ന നരേറ്റീവ് മാറി LDF-ൽ നിന്ന് BJP-യിലേക്ക് MLA പോകുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വേറെ തരത്തിൽ നെഗറ്റീവായിട്ടുണ്ട്. പിന്നെ UDF-ന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്, ഏറ്റവും പല കാര്യങ്ങൾ എടുത്താൽ, ഒന്ന് മുസ്ലിം ലീഗിന്റെ നിലപാടാണ്. ഏറ്റവും അച്ചടക്കത്തോടുകൂടി ഏറ്റവും ക്ലിയറായി ഒരു മതേതര രാഷ്ട്രീയ കക്ഷി എന്ന രൂപത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവർക്ക് നല്ല ഗ്രൗണ്ട് ഉണ്ട് സ്ഥാനാർത്ഥികൾക്ക് പലർക്കും. മാത്രമല്ല 2 സ്ത്രീകൾക്ക് കൊടുക്കുന്നു. മുസ്ലിം ലീഗ് ആദ്യമായിട്ടാണ്, അതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. മറ്റൊന്ന് ജനറൽ സീറ്റിൽ ഒരു ദളിത് വനിതയെ മത്സരിപ്പിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ മുസ്ലിം ലീഗ് സൃഷ്ടിക്കുന്ന ചില മാതൃകകളാണെന്ന് ഞാൻ പറയുന്നു. അവർ വളരെ സ്ട്രോങ് വിക്കറ്റിലാണ്. അതൊരു വളരെ സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ UDF-ന് അനുകൂലമായ കുറെ ഘടകങ്ങൾ, പിന്നെ കോൺഗ്രസിൽ വഴക്കുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ കണക്കാക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇങ്ങനെയൊന്നുമല്ല. കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയിട്ട് മാറ്റിയ കേസുകൾ പഠിക്കും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ. ഇത്തവണ അത്രയും ഉണ്ടായില്ല. പിന്നെ അവസാനം 3 ദിവസം വൈകി 4 ദിവസം വൈകി, പക്ഷെ ഏറ്റവും അവസാനത്തെ ചിത്രം നോക്കൂ. അവസാനം 2 സിറ്റിംഗ് മണ്ഡലങ്ങളടക്കം 4 മണ്ഡലത്തിൽ LDF-ന് സ്ഥാനാർത്ഥി വന്നില്ല. ബാക്കി 140 മണ്ഡലങ്ങളിലും ഇവരുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ BJP-യുടെ മുഴുവൻ സ്ഥാനാർത്ഥി വന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം ഈസ്റ്റ് ആണെങ്കിലും താനൂരാണെങ്കിലും അതുപോലെ കാസർഗോഡ് പല സ്ഥലങ്ങളിലും ഒരു സ്ഥാനാർത്ഥി വന്നില്ല. ആരാണ് സ്ഥാനാർത്ഥി എന്ന് LDF-ന് നിശ്ചയിക്കേണ്ടി വരും. LDF വൈകിയാണ് നിശ്ചയിച്ചത്. തിരുവനന്തപുരം സെൻട്രലിലൊക്കെ വളരെ ക്ലിയർ ആണ്. കാരണം അവസാനം കരമന സുധീറൊക്കെ വരുന്നത് എവിടുന്നോ ഓടി വന്ന ഒരാൾ നിന്നോ അതിന്. അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പോ താരതമ്യേന ബെറ്റർ വിക്കറ്റിലാണ് UDF നിൽക്കുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനം. പിന്നെ ഈ പെൻഷൻ കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു. അങ്ങനെയൊന്നും കേരളത്തിൽ വ്യാപകമായി വോട്ട് വീഴില്ല. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പെൻഷൻ കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ഗുണമൊന്നും LDF-ന് ഉണ്ടായില്ല. പിന്നെ UDF-ന്റെ ചില സംഗതികൾ അത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള സംഗതികൾ, ഈ KSRTC-യിൽ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുക, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുക, ഇതൊക്കെ കുറെ ആളുകളെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാവും പോസിറ്റീവായിട്ട്. സാധാരണഗതിക്ക് എപ്പോഴും പ്രതിപക്ഷം നെഗറ്റീവ് പറയുന്ന ആളുകൾ പ്രതിപക്ഷം പോസിറ്റീവ് പറഞ്ഞു കുറെ കാര്യങ്ങളെങ്കിലും എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള ആളുകളാണല്ലോ ഡിസൈഡിങ് ഫാക്ടർ. അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ UDF-ന് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്.
കേവലം ഒന്ന് മാറ്റം വേണമെന്നുള്ളത് മാത്രമല്ല, 10 കൊല്ലമായിട്ട് ഇവരുടെ ഒരു പ്രശ്നം. ഇതിനൊക്കെ പുറമെ ഇടതുപക്ഷത്ത് തന്നെയുള്ള കുറെ ആളുകൾ ഇടതുപക്ഷം ഈ ഒരു ഭരണത്തിൽ വരണ്ട എന്ന് തീരുമാനിച്ച അവസ്ഥയുണ്ട്. ഇപ്പൊ സച്ചിദാനന്ദനെ പോലെയോ സാറാ ജോസഫിനെ പോലെയോ എക്കാലത്തും ഇടതുപക്ഷത്തെ പിന്താങ്ങിയിരുന്ന ആളുകൾ പോലും ഇത് ഡിക്യൂറേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ടോ എന്നുള്ളതല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത് വന്ന പുസ്തക പ്രകാശനമൊക്കെ അതൊക്കെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പുസ്തക പ്രകാശനവും ആ വികാരമുള്ളത് കൊണ്ടാണ് പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നത്. CPM ആളുകൾ മീറ്റിങ്ങിന് വരും, പക്ഷെ വോട്ട് ചിലപ്പോൾ മാറി ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പയ്യന്നൂരും തളിപ്പറമ്പിലും വലിയ തോതിൽ CPMകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കെ സുധാകരൻ വോട്ട് ചെയ്തു, കെ സുധാകരൻ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ മടിയുള്ള ആളൊന്നുമില്ല. വേണമെങ്കിൽ ഒരു പണി കൊടുക്കാൻ വോട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ കാണുന്നത് ആ അർത്ഥത്തിലാണ് പോകുന്നത്. അവസാനമായി BJPയിലേക്ക് വന്നാൽ BJPയുടെ പ്രതീക്ഷ, തുടക്കത്തിലുള്ള പ്രതീക്ഷ ഒന്നും ഇപ്പില്ല. അവർക്കും ഇല്ല. അവർക്ക് മനസ്സിലായി മോഡി വരും, ഇത് കൊടുക്കും, ഗ്യാരണ്ടി കൊടുക്കും, അതൊന്നും വന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് 2-3 സീറ്റിലേക്ക് അവരുടെ പ്രതീക്ഷ മുഴുവൻ ഏതാണ്ട് ഒതുങ്ങിയിരിക്കുന്നു. ആ 3 സീറ്റിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. ഇപ്പൊ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവില്ല, പിന്നെ ചാത്തന്നൂർ, അങ്ങനെ 1-2 മണ്ഡലങ്ങൾ, 2-3 മണ്ഡലങ്ങളിലാണ്. ബാക്കി മണ്ഡലങ്ങളിലൊന്നും ഇപ്പൊ അവർക്ക് എങ്ങനെ ജയിക്കും എന്നുള്ള ഒരു തോന്നലില്ല. BJP A ക്ലാസ് എന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ ചിലതിലൊക്കെ, ഇപ്പൊ തൃപ്പൂണിത്തുറ പോലെയുള്ള A ക്ലാസ് മണ്ഡലത്തിലൊക്കെ 2020 സീറ്റ് കൊടുത്തു. അതുപോലെ റാന്നി, ശബരിമലയുള്ള റാന്നിയിൽ ഇവർക്ക് സീറ്റ് കൊടുത്തു, ഒരു 2020 സീറ്റ് കൊടുത്തു. ആ സ്ഥാനാർത്ഥി പറഞ്ഞു ശബരിമല ഞങ്ങൾക്ക് ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം BJPയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വോട്ട് കച്ചവടത്തിനാണോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാലേ അറിയുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും BJPക്ക് അവരുടെ വിക്കറ്റ്, അവരുടെ സ്ട്രെങ്ത് പഴയ പോലെ ഹൈക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി ത്രികോണ മത്സരം നടക്കുന്ന 2-3 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യത്തിൽ ഇവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുമോ എന്നാണ് തോന്നുന്നത്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നിയമം ഇവര് തുടങ്ങിയ പോലെയല്ല നിയമം ഇപ്പോഴും. നിയമത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിയമത്തെ ആദ്യം തുടങ്ങുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ശിവൻകുട്ടിയും തമ്മിലാണ് മത്സരം എന്നായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ശബരിനാഥ ഇടം പിടിക്കുന്നുണ്ട്, എവിടെയോ കയറി വീഴുന്നുണ്ട്. അപ്പൊ അത് ആരെ സഹായിക്കും, എങ്ങനെ സഹായിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ കഴക്കൂട്ടത്ത് നാച്ചുറലി ഒരു കൂടുതൽ സാധ്യത ഞാൻ കഴക്കൂട്ടത്തെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ കഴക്കൂട്ടത്ത് കോൺഗ്രസിന് അങ്ങനെ കയറി പിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടില്ല, ശബരിനാഥ് പോലെ വന്നിട്ടില്ല. നേരെ മറിച്ച് കടകംപള്ളിക്ക് അവിടെ അദ്ദേഹത്തിനെതിരായി കുറെ ആരോപണങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലെ ശബരിമലയൊക്കെ ബന്ധപ്പെട്ട്. അതിനെ മറികടക്കാൻ കടകംപള്ളിക്ക് കഴിഞ്ഞാൽ കഴക്കൂട്ടത്തും BJP തോൽക്കും. ആണ് എൻ്റെ ഒരു വിഷയം. ഇപ്പൊ നിയമത്തിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം നിയമത്തെ എടുക്കുവാണെങ്കിൽ ഈ പറയുന്നത് പോലെ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി കൊച്ചുകുട്ടികൾക്ക് മുതൽ അങ്ങനെ എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയാണ്. മന്ത്രി അപ്പൂപ്പൻ എന്നാണ് കൊച്ചുകുട്ടികളൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ഷന് ഈ തവണയും ഈ നിയമത്ത് ഈ BJPക്ക് ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ വീണ്ടും മന്ത്രി V ശിവൻകുട്ടി ഈ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മന്ത്രി അപ്പൂപ്പൻ എന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരുപാട് ഈ പറയുന്നത് പോലെ തന്നെ ഈ യുവതലമുറയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടി. അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ടോ? അല്ല, നമ്മളീ പറയുന്ന പൊതുവായി കേരളത്തിന് ആകെ ഗുണകരം എന്ന് പറയുന്ന ഒരു സാധനം അതുപോലെ അവിടെ വന്നോളണമെന്നില്ല. ഒരു മണ്ഡലത്തിൽ അത് വന്നോളണമെന്നില്ല. 1. 2, ശിവൻകുട്ടി തന്നെയാണ് CPMന് അവിടെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്, ഒരു സംശയവും വേണ്ട. ശിവൻകുട്ടി വളരെ സ്ട്രോങ് ആണ്, ശിവൻകുട്ടി വളരെ ജനകീയനാണ്, ആളുകളുടെ ഇടയിൽ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ മന്ത്രി അപ്പൂപ്പനുള്ളത് മാത്രമൊന്നുമല്ല, അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ശിവൻകുട്ടിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ശിവൻകുട്ടിയെ ബാധിക്കുന്ന 2 ഘടകങ്ങൾ. 1, അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് വലിയ പ്രചരണമാണ്. അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്, പാർക്കിൻസൺസ് ഒന്നും എനിക്കറിയില്ല, എന്തോ അദ്ദേഹത്തിന് അസുഖം ഉണ്ടെന്ന്, എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് പ്രചരണമുണ്ട്. അത് എത്ര ജനങ്ങളെ ഏറ്റുണ്ടെന്ന് നമുക്കറിയില്ല. 2, ഗവൺമെന്റ് വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാരണം തിരുവനന്തപുരമാണ് ഗവൺമെന്റ് നേരെ അടുത്തിരിക്കുന്നത്. എപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ഒരു ആന്റി ഗവൺമെന്റ് വികാരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ? 2021 ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലത്തും തിരുവനന്തപുരത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടതിന്റെ വലിയ കോട്ട എന്ന് പറയുമ്പോൾ പോലും ഈ ആന്റി ഗവൺമെന്റ് വികാരം അതിലെങ്ങനെ ബാധിക്കും? ആന്റി ഗവൺമെന്റ് വികാരം പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന് കിട്ടാതിരിക്കാൻ ശബരിനാഥിന്റെ പ്രസൻസ് ഗുണകരമാവും. അപ്പൊ വളരെ വളരെ എന്താ പറയാ, വളരെ മാർജിനലാണ് 3 പേരുടെയും സാധ്യത.
ഇല്ലെങ്കിൽ രണ്ടുപേരുടെ സാധ്യത എന്തായാലും വളരെ മാർജിനലാണ്. കാരണം ശബരിനാഥ് ജയിക്കണമെങ്കിൽ വലിയ അത്ഭവം നടക്കണം. പക്ഷേ ഒരുപക്ഷെ ആന്റി ഇൻകംബൻസി ഇപ്പോൾ എനിക്ക് ഈ പിണറായി ഗവൺമെന്റിനോട് ഞാൻ എതിരാണ്, പക്ഷെ ഞാൻ BJP വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ സാമാന്യം നന്നായി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റാണ് ഇദ്ദേഹം ശബരിനാഥ്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് ശിവൻകുട്ടിക്ക് അതിന്റെ ഗുണം. കാരണം ആന്റി ഗവൺമെന്റ് വോട്ടുകൾ വിഭജിച്ച് പോയി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഇയാൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 100% BJP ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സീറ്റും കേരളത്തിലില്ല ആണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പം സാറ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണ വേളയൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പോടെ നടന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ നിലവിലെ സംസ്ഥാന സർക്കാർ ഈ പെരുമ്പള പാലം, അതുപോലെ തന്നെ ഈ മുണ്ടക്കയം ചൂരൽമലയിലെ വീട് വെച്ചു കൊടുക്കുന്നത് സംഭവമൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അടുത്തിടെ നമ്മുടെ റവന്യൂ മന്ത്രി പരിശോധിക്കാൻ പോയി അവിടുത്തെ വീടുകളിൽ വിള്ളൽ വീണു എന്നുള്ളൊരു സംഭവമൊക്കെ രാജൻ റവന്യൂ മന്ത്രി പരിശോധിക്കാൻ പോയപ്പോഴത്തേക്ക്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അല്ല, അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാലങ്ങൾ ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, സ്കൂൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അത്ര ഒരു വലിയ വികസനമായിട്ടൊന്നും കേരളം എടുക്കില്ല. കാരണം കേരളത്തിലെ എല്ലാ മന്ത്രിമാരും എല്ലാ കാലത്തും കുറെ പാലങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നു. ഉണ്ടാക്കും എല്ലാവരും, അവനവന്റെ മണ്ഡലത്തിൽ അത് ബാധിക്കും. എന്റെ മണ്ഡലത്തിൽ ഒരു പാലം വന്നാൽ എനിക്ക് അതിന്റെ ഗുണം ഉണ്ടാവാം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പെരുമ്പളം പാലം ഞാൻ ഈ പറയുന്ന വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അവിടെ 50 വീടല്ലേ ഉള്ളൂ പെരുമ്പളത്ത്. ആ പാലം കൊണ്ട് ഉപയോഗമുള്ള 50 വീട്ടുകാരേ ഉള്ളൂ സത്യത്തിൽ. അല്ലെങ്കിൽ അങ്ങോട്ട് പോയി വരുന്നത്. ഞാനവിടെ പോയിട്ടില്ല. പെരുമ്പളം ദ്വീപിൽ അത്ര കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല വിഷയം വന്നപ്പോൾ അവിടെ കുറെ സംശയങ്ങൾ ആളുകൾക്ക് മുമ്പുണ്ട്, ഇപ്പൊ മാത്രമല്ല. അതിലൊന്ന് ഊരാളുങ്കലിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ഊരാളുങ്കലിന്റെ പേരിൽ വലിയ അഴിമതി ആരോപണങ്ങൾ, വലിയ പ്രശ്നങ്ങളുമുണ്ട്. മാത്രമല്ല, ഒരു ടെൻഡറും ഇല്ലാതെ ഊരാളുങ്കലിന് കൊടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. റേറ്റ് കൂട്ടിയാണ് കൊടുക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന് 30 ലക്ഷം രൂപ വീടിന് വെച്ചിട്ടില്ല. നിങ്ങൾ ലൈഫിന് 5 ലക്ഷം രൂപ കൊടുക്കണം. ലൈഫിന് 5 ലക്ഷം രൂപ കൊടുക്കുന്നിടത്താണ് 1000 വീട്. ഞാൻ അവർക്ക് 30 ലക്ഷം രൂപ വീട് വെച്ച് കൊടുക്കുന്ന എനിക്കൊരു വിരോധമില്ല കേട്ടോ. 30-40 വെച്ച് കൊടുക്കണം. എല്ലാം നഷ്ടപ്പെട്ട പാവം മനുഷ്യരാണ്. പക്ഷേ ഊരാളുങ്കലിന് 1000 സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നു. മാത്രമല്ല, ആ വീട്ടിൽ വേറെ ഒരു സൗകര്യമില്ല. ഒരു കർട്ടൻ പോലും ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇടുന്നു. പാത്രം ഉണ്ടാവില്ല, അടുപ്പുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് പറയും. കാർപ്പറ്റ് പോലും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ മേടിച്ചിടണം. ഈ 20 ലക്ഷം ഈ ഒരാളെങ്കിലും കൊടുത്ത് ബാക്കിയിടണം. അപ്പോൾ ഒന്നത്. 2, 750 കോടി രൂപ സർക്കാരിന് കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ അത് സംഭവം നടന്നു. 2 വർഷമാണ്. ഇപ്പോഴും ഇന്നും ഇപ്പൊ ആ പ്രശ്നം എന്താ വെച്ചാൽ, ആ രാജന്റെ സംഭവത്തോടു കൂടി ഉണ്ടായ കുഴപ്പം എന്തായത്, ഇതുവരെ ആരും അവിടെ താമസാക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. 2 കൊല്ലം കഴിഞ്ഞിട്ടും ആരും ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഇപ്പോഴും വീട്ടിൽ താമസിക്കാൻ യോഗ്യമാണോ എന്ന് അറിയില്ല. പണി തീർന്നിട്ടില്ല. പല സ്ഥലത്തും ഇലക്ട്രിക് വർക്ക് തീർന്നിട്ടില്ല, പ്ലംബിംഗ് വർക്ക് തീർന്നിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ കിട്ടിയ ആളുകളുടെ എണ്ണത്തിൽ അത് എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാവും. ചിലർ കിട്ടി എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവും. എന്നിട്ടും 103 വീട് ഏതാണ്ട് രൂപമെങ്കിലുമായിട്ടും വീടായിട്ടും വീടിന്റെ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, UDF കോൺഗ്രസ് പണം പിരിച്ച് കൊടുത്തില്ല, വീട് വെച്ചു കൊടുത്തില്ല, സ്ഥലപ്പ് വാങ്ങിയുള്ളൂ എന്നുള്ള പരാതിയുണ്ട്. തീർച്ചയായിട്ടും അതാണ് LDF പരമാവധി ഉപയോഗിച്ചത്. കോൺഗ്രസ്സുകാർ പണം പിരിച്ചു, വീട് പണിതില്ല. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നല്ല, 2 പ്രശ്നമുണ്ട്. ഒന്ന്, കോൺഗ്രസ് അവരുടെ പാർട്ടി പണം പിരിക്കുന്നതാണ്, ചെയ്യാതിരിക്കുക, അത് വേറെ ചെയ്യാം. ഇത് നമ്മളെ കൊടുത്ത പൈസയാണ് സർക്കാരിൻ്റെ ഇല്ല. സർക്കാർ ഔദ്യോഗികമായി ജനങ്ങളിൽ നിന്ന് MLA-മാരെ, MP-മാരെ, ഉദ്യോഗസ്ഥര്, സാധാരണ മനുഷ്യർ, ഇവിടെ അവാർഡ് കിട്ടിയ എൻ്റെ 2-3 സുഹൃത്തുക്കൾ അവാർഡ് പണം മുഴുവൻ എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നാച്ചുറലി അങ്ങനെ കൊടുത്തിട്ട് ഉണ്ടായ പൈസയും ഏതെങ്കിലും ഒരു പാർട്ടി പിരിക്കുന്ന പൈസയും തമ്മിൽ വലിയ വ്യത്യാസം. അവർക്ക് അതിന്റെ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് പറയാം പാർട്ടി പിരിച്ചു കൊടുത്തില്ല എന്ന് വിമർശനം ഒഴിക്കും. പക്ഷേ ഇതിന്റെ കുഴപ്പം തീർക്കാൻ അത് പറ്റില്ല. 2, അവിടെ തന്നെ 50 വീട് മുസ്ലിം ലീഗ് വെച്ചു കൊടുത്തു. മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി കോൺഗ്രസിനേക്കാൾ വളരെ നന്നായി 50-51 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരോട് കയറി താമസിക്കണമുണ്ട്. അതിൽ പല വീട്ടുകാരും കയറി താമസിക്കുന്നുണ്ട്. അപ്പോ സർക്കാരിന് ഇത് കഴിഞ്ഞില്ല, മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് ഇത് കഴിയുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ മറുപടികൾ കുറച്ച് പ്രശ്നമാണ്. പിന്നെ രാജൻ പോയി, രാജൻ അങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഇത് പൊളിക്കലാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാളെങ്കിലിനോ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറോ വിളിച്ചു വരുത്തിയിട്ട് ഇതിപ്പോ തീർത്ത് തരണം എന്ന് പറയേണ്ട ഒരു ചുമതലയേ ഉള്ളൂ. മന്ത്രി കയറി ഇത് മാറ്റാനും പിടിക്കാനും നിൽക്കേണ്ട കാര്യമില്ല.
പിന്നെ വെള്ളത്തിരീശ കനിയുള്ളൂ. വെള്ളം കനിയുന്നതിന് നമ്മൾ ചോർച്ച എന്ന് പറയാം. വെള്ളം കനിയുന്നതിനാണ് നമ്മൾ ചോർച്ച എന്ന് പറയാം. ഇപ്പൊ മഴ തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോ സ്വാഭാവികമായും ഒരു ദുരന്തത്തിന് ഇരയായ മനുഷ്യരോട് നമ്മൾ എങ്ങനെ കാണുന്നു, എന്ത് അർത്ഥത്തിൽ കാണുന്നു? അതുകൊണ്ട് വയനാട് എനിക്ക് തോന്നുന്നത് ഇതിൽ പലതും വലിയതുമില്ല. മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, ഞാൻ LDF കണ്ടിട്ടുള്ളത്, ഈ വികസനം എന്ന കാര്യം മുമ്പോട്ട് വെച്ച് ഒരു അരാഷ്ട്രീയത ഇവരുടെ പ്രകടനങ്ങൾ, ഈ നിലപാടുകളിൽ പലതിലും ഉണ്ടായി ഞാൻ കണക്കാക്കി. ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. രാഷ്ട്രീയമാണ് ആദ്യം പറയാം, വികസനം രണ്ടാമതാ പറയാം. എന്താ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പൊ വികസനം നാളെ പറഞ്ഞാൽ BJPക്ക് എതിരായിട്ട് വികസനം പറയാൻ ചിലപ്പോൾ CPM കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, അവർക്ക് കേന്ദ്ര സർക്കാരുണ്ട്. നാളെ ഇവിടുത്തെ ഓരോ മണ്ഡലത്തിലും ഓരോ റോഡ് വെച്ച് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ചെയ്യാലോ. എന്തെല്ലാം പദ്ധതി കൊണ്ടുവരാൻ വേണമെങ്കിൽ അവർക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒരു 50 മണ്ഡലത്തിൽ അവർ കുറെ വികസന പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ 50 മണ്ഡലം BJP പിടിച്ചാലോ. അങ്ങനെയില്ലേ? അപ്പൊ വികസനം മാത്രം പറയുന്നത് ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ രാഷ്ട്രീയം തന്നെ പറയണം. ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ പറയാറില്ല. സാധാരണ വലതുപക്ഷമാണ് ഞങ്ങളോട് വികസനം കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു എന്ന് പറയും. ഇപ്പൊ വികസനത്തിന്റെ ചർച്ചയിലേക്ക് ഇടതുപക്ഷം വീണുപോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഏത് മന്ത്രിമാരൊക്കെ പറയുന്നത്, LDF നേതാക്കളൊക്കെ പറയുന്നത്. വികസനം ചർച്ച ചെയ്താൽ ഒരുപാട് പ്രശ്നം. ഇപ്പൊ കൊച്ചിയിലെടുത്താൽ, കൊച്ചിയിൽ നല്ല കേരളത്തിൽ പല സ്ഥലത്തും കുടിവെള്ളം ശരിക്കും കിട്ടാനില്ല. ആഴ്ചയിൽ 2 ദിവസമാണ് ഇപ്പൊ കൊച്ചിയിൽ പമ്പിങ് ഉള്ളത്. ഏത് വികസനം പറഞ്ഞാൽ നമ്മൾ വോട്ട് പിടിക്കുന്നത്? ഇവിടെ പാലം എടുത്തു. കുടിവെള്ളം ആദ്യത്തെ പോയിന്റ് അല്ലേ? ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലികളിലൊന്നും കുടിവെള്ളം കൊടുക്കല. അത് ഫെയിലാ, അട്ടർ ഫെയിലിയറാണ്. അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞത്, അപ്പൊ ഒരു ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ പ്രശ്നം എന്നുള്ള അർത്ഥത്തിലല്ല. ആ അർത്ഥത്തിൽ നമ്മൾ വികസനം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതും ഇടതുപക്ഷത്തിന് വീക്കായി പോയി എന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം അവർക്ക് പറയാൻ പറ്റാതെ വന്നത് അവരുടെ രാഷ്ട്രീയത്തിലുണ്ടായ വെടർപ്പാണ്. ഉദാഹരണത്തിന് അവർ ഒരുപാട് കാലം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു വിഷയം എടുത്തു. അവസാനം വന്നപ്പോൾ SDPI PDP അവരുടെ കൂടെ. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ SDPI PDP അതിനേക്കാൾ അറ്റ്ലീസ്റ്റ് ക്രിമിനൽ കേസുകളിലെങ്കിലും കൂടുതലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലോ വെൽഫെയർ പാർട്ടിയുടെ പേരിലോ ക്രിമിനൽ കേസില്ല. ഇപ്പോൾ ഈ നമ്മുടെ അഭിമന്യുവിനെ കൊന്നതടക്കം ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടു നിരവധി ഇടങ്ങളിൽ ഇപ്പൊ PDPയുടെ നേതാവ് ഇപ്പോഴും ജയിലിലാണ്. എപ്പോഴും ജയിലിലാണ്. അപ്പൊ PDPയെ കൂടെ കൂട്ടാം, SDPയെ കൂടെ കൂട്ടാം എന്ന് തീരുമാനിക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി പറയുകയും ചെയ്യുമ്പോഴുള്ള കുറെ ഒരു വൈരുദ്ധ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. അത് LDF രാഷ്ട്രീയ വൈരുദ്ധ്യം വരാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇടതുപക്ഷം ക്ലാരിറ്റിയുണ്ട്. ഞങ്ങൾ ജയിക്കട്ടെ തോൽക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് എന്നാണ്. ഞാൻ 30 വർഷം ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ജയിക്കാം തോൽക്കാം, ചിലപ്പോൾ പാലം വരാം വരാതിരിക്കാം, അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ ഞങ്ങളൊരു രാഷ്ട്രീയം മുന്നോട്ട് പോയി, ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാലത്തിന് വോട്ട് ചെയ്യണം, റോഡിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പോകാൻ പാടില്ല. അതിന് വരുമ്പോഴാണ് ഈ വൈരുദ്ധ്യം ഉണ്ടാവും.